ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ സ്പെസിമെൻ 2025 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാർട്ട് 2 ഡിസ്കഷൻ ആണ്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നമുക്ക് 5 നമ്പേഴ്സ് സെലക്ട് ചെയ്യണം. ഫ്രം 1 to 18 വരെയുള്ള നമ്പേഴ്സിൽ നിന്ന് 5 നമ്പേഴ്സ്, ദാറ്റ് ഈസ് നമുക്ക് ചൂസ് ചെയ്യേണ്ടത് x1, x2, x3, x4, x5 ആണ്. കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. എന്താണ് ഇത്? ഇൻക്രീസിങ് ഓർഡറിലായിരിക്കണം. അതുപോലെ തന്നെ x2 ഫിക്സ് ചെയ്തേക്കുന്ന നമ്പർ ആണ്. x2 ഈസ് ഫിക്സഡ്, x2 is equal to 7 and x4 equal to 11. സോ നമുക്ക് x1 ഇത് ഇൻക്രീസിങ് ഓർഡറിലായതുകൊണ്ട് തന്നെ നമുക്ക് x1ന് എടുക്കാൻ പറ്റുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1, 2, 3, 4, 5, 6 ഇത്രയും നമ്പേഴ്സ് എടുക്കാൻ പറ്റുള്ളൂ. ആൻഡ് x3ക്ക് നമുക്ക് which is greater than 7 and less than 11. So numbers 8, 9, 10 എടുക്കാം. ഓക്കെ. ആൻഡ് x5ന് നമുക്ക് ഇൻക്രീസിങ് ഓർഡറിലായതുകൊണ്ട് 11 കഴിഞ്ഞിട്ട് 18 വരെയുള്ള നമ്പേഴ്സ്, ദാറ്റ് ഈസ് 12 തൊട്ട് 18 വരെയുള്ള നമ്പേഴ്സ് പോസിബിൾ ആണ്. സോ ഇവിടെ x1ന്റെ ചോയ്സ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ 6 ചോയ്സ് ഉണ്ട്. ഓക്കെ. x3യുടെ ചോയ്സ് ടോട്ടൽ 3 ഉണ്ട്. x5ന് 7 ചോയ്സസ് ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം എത്ര വരും? നമ്പർ ഓഫ് favorable outcomes which is equal to 6 into 3 into 7. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എത്രയാണ്? ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് നമുക്ക് ടോട്ടൽ ഇവിടെ 18 നമ്പേഴ്സ് ഉണ്ട്. അതിൽ നിന്നും 5 സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ 18C5 ആണ്. അങ്ങനെയാണ് നമ്മുടെ റിക്വയർഡ് പ്രോബബിലിറ്റി എന്ത് വരും? റിക്വയർഡ് പ്രോബബിലിറ്റി നമുക്ക് ഡെഫിനിഷൻ അറിയാം. എന്താണ്? നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ബൈ ടോട്ടൽ നമ്പർ അല്ലേ? സോ ഇവിടെ ഫേവറബിൾ ഔട്ട്കം 6 into 3 into 7 ആണ്, ഡിവൈഡഡ് ബൈ 18C5. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 1/68 ആണ്. അപ്പൊ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കുക. അപ്പൊ നമ്മുടെ ആൻസർ ഈസ് ഓപ്ഷൻ സി, 1/68. ക്ലിയർ ആണോ? ഇതാണ് നമ്മുടെ 5th പാർട്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് 6th പാർട്ട് നോക്കാം. 6th പാർട്ട് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിക്കുക. അവിടെ ഡിറ്റർമിനന്റ് ആണ് കേട്ടോ. അപ്പൊ അവിടെ തന്നിരിക്കുന്ന കണ്ടീഷൻ ഇതാണ്: ഡിറ്റർമിനന്റ് ഓഫ് ABCMNP ആൻഡ് XYZ എന്ന് പറയുന്നതിന്റെ ഡിറ്റർമിനന്റ് K ആണ്. അങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ 6A, 2B and 2C, അതുപോലെ തന്നെ 3M, NP, 3X, Y, Z. അപ്പൊ ഇത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഡിറ്റർമിനന്റിന്റെ പ്രോപ്പർട്ടീസ് അറിയാം. നമുക്കിവിടെ കോളത്തിൽ നിന്നും റോയിൽ നിന്നും ഒക്കെ നമുക്കൊരു സ്കേലാർ മൾട്ടിപ്പിൾ, അതായത് കോമൺ ആയിട്ടൊക്കെ എടുക്കാൻ പറ്റും. അപ്പൊ ഇവിടെ നമുക്ക് ഫസ്റ്റ് റോയിൽ നിന്ന് നമുക്ക് ഏത് കോമൺ ആയിട്ട് ഔട്ട് സൈഡിൽ എടുക്കാം? 2 എടുക്കത്തില്ലേ? ഫസ്റ്റ് റോയിൽ നിന്നാണ്. അപ്പൊ ആദ്യത്തെ എലമെന്റ് എന്ത് വരും? 3A, then B and C അല്ലെ? 2 ഔട്ട് സൈഡ് എടുത്തു, ബാക്കിയുള്ളതെല്ലാം അങ്ങനെ തന്നെ. 3M, NP and 3XYZ. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ഫസ്റ്റ് കോളത്തിൽ നിന്ന് ഏത് സ്കേലാർ ഔട്ട് സൈഡ് എടുക്കാം? 3 എടുക്കാലോ. സോ 2 into 3 വരും. അകത്താണെങ്കിലോ A, B, C, M, N, P, X, Y, Z. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഈ പറഞ്ഞ ഡിറ്റർമിനന്റ് ഈക്വൽ ടു K ആണ്. സോ നമുക്ക് ഇതിന് K എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 3 into 2 6K എന്ന് കിട്ടും. സോ നമ്മുടെ ആൻസർ ഈസ് ഓപ്ഷൻ D, 6K. ക്ലിയർ ആണോ? വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി നമ്മുടെ അടുത്ത 7th ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നോക്കിക്കേ. അവിടെ നമുക്കൊരു ഗ്രാഫ് തന്നിട്ടുണ്ട്. കൺസിഡർ ദി ഗ്രാഫ്. എന്താണ് ഗ്രാഫ് എന്ന് പറയുന്നത്? y equal to x raised to 1/3 ആണ് ഗ്രാഫ്. അപ്പൊ ഇവിടെ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കാം. ദ എബോവ് ഗ്രാഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് x equal to 0. സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് ഗ്രാഫ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് x equal to 0. അപ്പൊ നമ്മുടെ ഡെഫിനേഷനിലേക്ക് നോക്കാം. ഒരു കർവ് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ എപ്പോഴാണ് കണ്ടീഷൻ? ഇപ്പൊ ഒരു ഫംഗ്ഷൻ f of x is continuous അറ്റ് ഇപ്പൊ അവിടെ 0-ലാണല്ലോ. അറ്റ് x equal to 0 ആണെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0, അതായത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എല്ലാം f of x എന്ന് പറയുന്നത് അറ്റ് ആ പോയിന്റിലെ ഫംഗ്ഷനുമായിട്ട് ഈക്വൽ ആയിരിക്കണം. അപ്പൊ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കേ. അപ്പൊ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0, ഇവിടെ f of x എന്ന് പറയുന്നത് x raised to 1/3 ആണ്. സോ 0 raised to 1/3 ദാറ്റ് ഈസ് 0 കിട്ടും. f of 0 എടുത്ത് നോക്കിക്കേ. f of 0 ഈസ്
0 raised to 1 by 3, that is also 0. So limit ഇവിടെ equal ആണ്. So നമുക്ക് എന്ത് പറയാം, the function, the curve അല്ലെ, above graph അല്ലെങ്കിൽ y equal to x raised to 1 by 3 is continuous at x equal to 0 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ. സോ നമുക്ക് അവിടെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കാം, ഡിഫറൻഷ്യബിൾ. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആകണമെങ്കിൽ കണ്ടീഷൻ എന്താണ്? സോ എഫ് ഓഫ് എക്സ് ഈസ് ഡിഫറൻഷ്യബിൾ. ഓക്കെ, ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ കണ്ടീഷൻ എന്ന് പറയുന്നത് ദ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യണം ആ പോയിന്റിൽ. ഇഫ് ദ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് അറ്റ് ദാറ്റ് പോയിന്റ്. ഓക്കെ, അതാണ് അതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ, അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് ഒന്ന് എടുത്തു നോക്കാം. അപ്പൊ ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ y ഈക്വൽ ടു എക്സ് റേസ് ടു 1 by 3 ആണ്. സോ ഡി വൈ ബൈ ഡി എക്സ് എന്ത് വരും? ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ അറിയാലോ, എക്സ് റേസ് ടു എൻ ഈസ് ഈക്വൽ ടു എൻ എക്സ് റേസ് ടു n പ്ലസ് 1 ആണ്, n മൈനസ് 1 ആണ് അല്ലേ. സോ എന്ത് വരും? 1 by 3 ഇൻറ്റു എക്സ് റേസ് ടു 1 by 3 മൈനസ് 1 വരും, വിച്ച് ഈസ് ഈക്വൽ ടു 1 by 3 എക്സ് റേസ് ടു മൈനസ് 2 by 3 എന്ന് വരും. ഇതാണ് നമുക്ക് ഡെറിവേറ്റീവ് കിട്ടുന്നത്. അപ്പൊ അറ്റ് എക്സ് ഈക്വൽ ടു 0, അറ്റ് എക്സ് ഈക്വൽ ടു 0യിൽ ഈ ഡെറിവേറ്റീവ് എന്ത് വരും? ഡി വൈ ബൈ ഡി എക്സ് എക്സിസ്റ്റ് ചെയ്യുവോ? അറ്റ് എക്സ് ഈക്വൽ ടു 0യിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കേ. അതായത് വെൻ എക്സ് എന്ന് പറയുന്നത് 0യിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ ഫംഗ്ഷൻ, അതായത് എക്സ് റേസ് ടു മൈനസ് 2 by 3 എങ്ങോട്ടായിരിക്കും ടെൻഡ് ചെയ്യുന്നത്? എക്സ് റേസ് ടു മൈനസ് 2 by 3 ടെൻഡിങ് ടു ഇൻഫിനിറ്റി ആയിരിക്കും, വിച്ച് മീൻസ് ദ ഫംഗ്ഷൻ ഈസ് നോട്ട് ഡിഫൈൻഡ് അറ്റ്. ഓക്കെ, സോ എഫ് ഓഫ് എക്സ് ഈസ് അല്ലെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് ഡെറിവേറ്റീവ് ഈസ് നോട്ട് ഡിഫൈൻഡ്. അതുകൊണ്ട് ഇതെന്താണ്? ഫംഗ്ഷൻ നോട്ട് ഡിഫറൻഷ്യബിൾ. ഓക്കെ, എഫ് ഓഫ് എക്സ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ. സോ നമ്മുടെ ആൻസറിലേക്ക് നോക്കാം. ഏതാണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? സ്റ്റേറ്റ്മെന്റ് 1 ട്രൂ ആണ്, സ്റ്റേറ്റ്മെന്റ് 2 ഫോൾസ് ആണ്. സോ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും ക്ലിയർ ആണല്ലോ.